രാവിലെ എണ്ണീറ്റ് വന്നപ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ പണിയെന്നോർത്ത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കട്ടൻ ചായ ഇട്ട് ആ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോയി അപ്പം വെന്തോ നോക്കി. കാരണം അപ്പം എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ പോയി ഇരുന്ന് കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണവും കൂടെ വേണമെങ്കിൽ വന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ഇരിപ്പം ഉണ്ടെങ്കിൽ എടുത്ത് പ്ലേറ്റിലോട്ട് ഇടാമല്ലോ. ആദ്യം ഞാൻ നന്ദുവിനാണ് ആദ്യം കൊടുത്തത്. കാരണം അവൾക്ക് കൊടുത്തിട്ട് സമാധാനപരമായിട്ട് ആഹാരം കഴിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അവളോട് ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ ചമ്മന്തി വെച്ച അപ്പം കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ട, അത് എരിയാണെന്ന് ഓർത്ത് പിന്നെ ഞാൻ ചമ്മന്തി മാറ്റി വേറൊരു പച്ച അപ്പം എടുത്ത് കഴിച്ച്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു അമ്മ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാ കഴിച്ചു. അത് കഴിഞ്ഞ് സമാധാനത്തെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഓർത്ത് പെരയെല്ലാം തൂത്ത് വാരാമെന്ന്. അങ്ങനെ സോനുവിൻ്റെ മുറിയിൽ നിന്നാണ് തൂക്കാൻ തുടങ്ങിയത്. തൂത്തിങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ക്ലിപ്പ് താഴെ കിടന്ന് കിട്ടി. ഞാനോർത്ത് അത് എടുത്ത് കയ്യിൽ വെക്കാൻ തൂത്ത് കൂട്ടി കളഞ്ഞാലോ. പിന്നെ നന്ദുവിൻ്റെ ഷൂ ഞാനെടുത്ത് ഷൂ റാക്കില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ചെരുപ്പെല്ലാം അടുക്കി വെക്കുന്നത്. അത് ഞാൻ ആ സെറ്റിയുടെ മുകളിലോട്ട് വെച്ചിട്ട് എൻ്റെ ചെരുപ്പ് ഞാൻ എന്തായാലും കയ്യിലെടുത്തുകൊണ്ട് പോയി. നന്ദു എന്തായാലും ഇപ്പോൾ ഷൂ എടുത്തിട്ട് അവിടെ എല്ലാം നടക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അവിടെ കൊണ്ടുവച്ചാലും പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെരുപ്പ് എന്തായാലും കൊണ്ട് അവിടെ വെച്ചിട്ട് അവളുടെ ചെരുപ്പ് അവിടെ തന്നെ ഞാൻ വെച്ച്. പിന്നെ വെളിയിൽ സിറ്റൗട്ട് തൂക്കാമെന്ന് വിചാരിച്ച് സിറ്റൗട്ടിൽ നിന്ന് തൂക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഞാൻ സിറ്റൗട്ടിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. സിറ്റൗട്ടിന് നല്ല പൊടിയും ഉണ്ടായിരുന്നു, നല്ല അഴുക്കും ഉണ്ടായിരുന്നേ. കാണുന്ന പോലെയല്ല, സോപാനത്തിൽ ഇരിക്കുന്ന എല്ലാം പൊടിയാണ്. വെളിയിൽ നല്ല പൊടിയുള്ളതുകൊണ്ടോ ഒരു കാറ്റടിച്ചാലോ ഇവിടെ സിറ്റൗട്ട് നിറച്ചും പൊടി. അത് തന്നെയല്ല, ഇപ്പം പട്ടിശല്യവും കൂടെ ഉണ്ട്. എവിടെ നിന്നാണെന്നറിയത്തില്ല 3-4 പട്ടി വന്നിപ്പോൾ സിറ്റൗട്ടിൽ നമ്മൾ ആരും ഇല്ലാത്തപ്പോൾ വന്ന് കിടക്കും. ഞാൻ ചലന്തിവല എല്ലാം നല്ലപോലെ അടിച്ച് തൂത്ത് വരുവാണേ. ഇത് തയ്യൽ മെഷീൻ ഇവിടെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തയ്ക്കാനൊക്കെ വെളിയിലിരിക്കുമ്പോഴാണ് സൗകര്യം. നല്ല വെളിച്ചവും കാറ്റും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പം ലക്ഷ്മണമാമൻ വന്ന് വെള്ളത്തിൻ്റെ പുതിയ പൈപ്പ് ഇടുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നോട് വീഡിയോ എടുക്കുമോ അതോന്ന് ചോദിച്ചാൽ ആദ്യം വന്ന് ചിരിക്കുവാണ്. ഞാൻ പറഞ്ഞ വീഡിയോ ഒന്നും എടുക്കുകയല്ല എന്ന് പറഞ്ഞ്. പക്ഷേ വീഡിയോ ഓണായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ എല്ലാം അങ്ങ് തുടയ്ക്കാം കയ്യോടെ. ഇപ്പം തൂത്തുവാരി സ്ഥിതിക്ക് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്രയും പണി കഴിയുമല്ലോ. എന്നെ സഹായിക്കാനാണെന്നാണ് നന്ദു പറഞ്ഞുകൊണ്ടിരുന്ന് തുടയ്ക്കുവാണ്. അവൾ വലിയ തുടപ്പുകാരി. അവൾക്ക് ഞാനൊരു തുണി നനച്ച് കൊടുത്ത് തുടയ്ക്കാൻ വേണ്ടി. തുടയ്ക്കുന്നെങ്കിൽ തുടയ്ക്കട്ടെന്ന് ഓർത്ത് ഇപ്പുറത്തെ സൈഡ് തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ തുടച്ചിട്ടിടത്തൊക്കെ വന്ന് തുടയ്ക്കുവാണ്. ആദ്യം സിറ്റൗട്ട് മാത്രം തുടയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്ത് വീട് മൊത്തത്തിൽ അങ്ങ് തുടയ്ക്കാം. എന്തായാലും ഞായറാഴ്ചയല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇന്നില്ല. ഈ പട്ടി കയറി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ഈ വെളിയിലെല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് എപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നങ്ങ് ഫുള്ള് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ആ സൈഡിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം ഒരു പഴയ തുണിക്കകത്ത് മുക്കി നന്ദു താഴെ ഇരുന്ന് തുടയ്ക്കുവാണ്. ഞാൻ ഓർത്ത് വെളിയിൽ കൂടെ ഇറങ്ങണ്ട, തുടച്ച് ഇങ്ങനെ സ്റ്റെപ്പ് തുടച്ചിട്ട് അകത്തോട്ട് തന്നെ കയറുന്ന രീതി തുടച്ച് കയറാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ സോനുവിൻ്റെ റൂമാണ് തുടയ്ക്കാൻ കയറിയത്. അവളുടെ റൂം പിന്നെ വലിയ അഴുക്കും ഇല്ല, ആരും ഉപയോഗിക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട്, അവളും ഇല്ലാത്തതുകൊണ്ട് വലിയ അഴുക്കൊന്നും അതിനകത്തില്ലായിരുന്നു. പെട്ടെന്ന് ജസ്റ്റ് തുടച്ച് ഇങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു. അത് നമ്മൾ സോനു ഇല്ലാത്തതുകൊണ്ട് ആരും കയറുന്നില്ല. ഞാൻ ഇടയ്ക്കെങ്ങാണോ ഒന്നും കയറുവാണെങ്കിലുള്ള റൂമിനകത്ത് ഒരുങ്ങാനെങ്ങാണം, അല്ലാതെ ആ റൂമിൽ ആരും കയറാറില്ല. പിന്നെ എൻ്റെ റൂമിൻ്റെ കാര്യം പറയണ്ട. എൻ്റെ റൂം മൊത്തത്തിൽ നല്ല പൊടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യം തൂത്തെങ്കിലും ഈ തുടച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല പൊടിയുണ്ടായിരുന്നു. എനിക്ക് ഈ റൂം നമ്മൾ ആരെങ്കിലും വീട്ടിൽ വന്നാലോ ഒക്കെ കിടക്കാൻ വേണ്ടി ഒഴിച്ചിട്ടേക്കുന്ന റൂമാണ്. നന്ദു ഇല്ലയോ? പിന്നെ വഴക്ക് പറഞ്ഞില്ലല്ലോ. പിന്നെ അച്ഛൻ്റെ റൂമും തുടച്ച് അച്ഛൻ്റെ ഇരുമ്പ് പെട്ടിയും പിന്നെ പണി സാധനങ്ങൾ വെക്കുന്ന പെട്ടിയൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ റൂം തുടച്ച്. പിന്നെ നമ്മുടെ ഏറ്റവും അഴുക്കായിട്ട് കിടക്കുന്ന എപ്പോഴും അടുക്കളയാണ്. ഈ അടുക്കള ഈ വെള്ള ടൈലായതുകൊണ്ട് എല്ലാം ഇതിൽ പറ്റിപ്പിടിച്ചിരുന്നാലും കാണും. ഞാനാണെങ്കിൽ ഒരറ്റത്തുനിന്ന് ആദ്യത്തെ വെള്ളത്തിൽ തുടച്ച് മാറ്റിയിട്ട് പിന്നെ ലിക്വിഡ് ഒഴിച്ചിട്ട് വീണ്ടും തുടയ്ക്കുവാണ്. 2 വട്ടം തുടച്ചാൽ മാത്രമേ ഇതിനകത്ത് ഒരു വെട്ടവും വെളിച്ചവും വീഴും. അപ്പോഴാണ് നന്ദു ഒരു സൈക്കിളും കൊണ്ട് അതിനകം എല്ലാം നടന്ന്, അവൾ പിന്നെ നടന്നിടത്ത്
ഞാൻ പിന്നെ തുടച്ച് മാറി. കാരണം പിന്നെയും കാൽപ്പാടൊക്കെ വീണ് അഴുക്കാവണ്ടെന്ന് വിചാരിച്ച് കൊച്ചടുക്കള പിന്നെയും തൂത്തില്ലായിരുന്നു. പിന്നെ ഓടിപ്പോയി അതിനകം എല്ലാം ചിലന്തുവലയെല്ലാം അടിച്ച് തൂത്ത് നല്ലതായിട്ട് വാരി അവിടെ ഇരുന്ന് വാരി. ഞാൻ ആദ്യം ചപ്പോരിയെ വാരിയിട്ടൊന്നും മണ്ണ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇരുന്ന് അത് മൊത്തം കൈകൊണ്ട് വാരി എടുത്ത് കളഞ്ഞിട്ട് അതിനകം തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അനിതകുമാരി വന്നത്. ഇങ്ങനെ അനിത ആൻറ്റിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ ഷൂട്ട് ചെയ്യും. അപ്പം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം ഞാൻ നന്ദുവിനെയും കൂടെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളെയും കൂടെ റെഡിയാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ലല്ലോ. അവൾ അവിടെ എല്ലാം നനച്ചിട്ട് തുണിയെല്ലാം കൊണ്ടുപോയി ഞാൻ വെളിയിലോട്ട് വെച്ച് ഇത് ഉച്ചയ്ക്ക് നന്ദുവിന് ഫുഡെല്ലാം കൊടുത്തിട്ട് അവളെ ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ്. അപ്പോൾ അവൾക്ക് പാട്ട് പാടി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നന്ദു എണീറ്റ്. അപ്പോൾ എന്തായാലും ഉറക്കം എണീറ്റ് വന്നേ അല്ലയോ, അപ്പോൾ അവൾക്ക് വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ അപ്പത്തിൻ്റെ കുറച്ച് മാവെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പഴുത്ത മാങ്ങ ആയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് അതിനകത്തോട്ട് നമ്മുടെ മാവിനകത്ത് പഴുത്ത മാങ്ങ ഒഴിച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന്. ഞാൻ നെയ്യും കൂടെ എടുത്ത് ആ പാത്രത്തിൽ ആദ്യം നമ്മൾ നെയ്യ് നല്ലതായിട്ട് തൂത്ത് കൊടുത്ത് നല്ലപോലെ നെയ്യ് തൂത്ത് കൊടുത്തിട്ട് മാവ് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും. പിന്നെ നമുക്ക് ഇളക്കി എടുക്കാനും എളുപ്പമാണ്. അവൾക്കിപ്പം എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഞാൻ നെയ്യ് എടുക്കും. ഞാനിവിടെ പാൽപ്പാട എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ആക്കാൻ വേണ്ടി. അത് കുറച്ചാക്കാതെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഇതുവരെ അത് നെയ്യാക്കിയിട്ടില്ല. അല്ലാതെ കടയിൽ നിന്ന് മേടിച്ച നെയ്യാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് അപ്പത്തിനകത്ത് അധികം പഞ്ചസാരയും കൂടി ഇട്ടേ, ഒരു മധുരത്തിന് വേണ്ടി. നമ്മൾ സാധാ രാവിലത്തെ അപ്പത്തിന് ഒരുപാട് പഞ്ചസാര ഇടത്തില്ലല്ലോ. കുറച്ച് മാവേ ഉള്ളായിരുന്നു. അത് ഞാൻ പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഏലക്കാപ്പൊടിയും കൂടെ തൂക്കി കൊടുത്തിട്ട് നമ്മുടെ പഴുത്ത മാങ്ങ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. പഴുത്ത മാങ്ങ ഇട്ട് നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. നമ്മൾ ഏത്തക്ക ഇട്ട് ഉണ്ടാക്കുന്ന അതേ ഒരു ടെസ്റ്റിൽ തന്നെ കിട്ടും. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രുചിയാണ് അത് കഴിക്കാൻ. പിന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ട് ഞങ്ങൾ വെളിയിൽ സിറ്റൗട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വെളിയിൽ ഇങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട്. നമ്മൾ എന്നും സിറ്റൗട്ടിൽ ഇരുന്നൊന്നും ഇങ്ങനെ ചെയ്യത്തില്ലെങ്കിലും വല്ലൊരു സമയത്തും ചെയ്യും. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളത് കൊണ്ട് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അപ്പം അപ്പുറത്ത് നിന്ന് ലക്ഷ്മണമാമനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട്. വെളിയിലൊന്നും കാണാറില്ലല്ലോ, വല്ലപ്പോഴും വെളിയിൽ വന്നിരിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ ഒരു അത്ഭുതം പോലെ. അപ്പോൾ അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനും അവളും കൂടെ ഒരു കിണ്ണത്തപ്പം കഴിച്ച്. ഞാൻ പിന്നെ ഒരു ചെറിയ പീസാണ് കഴിച്ചത്. ഒരു കട്ടൻ കാപ്പിയും കൂടെ കുടിച്ച്. കട്ടൻ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉണർവാണ് കേട്ടോ. നമ്മൾ ഉറങ്ങിക്കിടന്ന നമ്മുടെ ഉറക്കമയത്തെയൊക്കെ നമുക്ക് ഉണർത്തി നമുക്കൊരു എനർജറ്റിക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നുണ്ട് കട്ടൻ കാപ്പി കുടിച്ച സമയത്ത്. നെറ്റി വേന എടുക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോൾ എന്തായാലും നെറ്റിയിൽ എന്താ ഇരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഒന്നും ഇരിപ്പില്ലായിരുന്നു. നേരത്തെ എങ്ങാണ്ട് കൊതു കടിച്ചതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. ഞാനൊന്ന് ചൊറിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. മിറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ കല്ലില്ലാത്തത് കൊണ്ട് അവിടെ ഭയങ്കര പാടായിരുന്നു. ഞാൻ അപ്പം നിന്ന് തൂക്കുന്ന ചൂലെടുത്തുകൊണ്ട് അത്രയും ഭാഗത്ത് ചപ്പും കരിയിലെ അതെല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് ബാക്കി നമ്മുടെ ഈർക്കിൽ ചൂലിന് തൂത്തി. ഈർക്കിൽ ചൂലിന് തൂക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുവേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ നിന്ന് തൂക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തി ഈർക്കിൽ ചൂല് വെച്ച് തൂക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ നന്ദു ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടി ഈർക്കിലിനകത്ത് പല ഈ ഈർക്കിലും എടുത്തിട്ട് തിരിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് തൂക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര പാടാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് അത് മൊത്തം തിരിച്ചാക്കി. അതിനുശേഷമാണ് മുറ്റം നല്ലപോലെ അടിക്കാൻ പറ്റിയത്. കാരണം ആ ചൂലിൻ്റെ പിടിക്കുന്ന ഭാഗം തിരിച്ചു വെച്ചിട്ട് അടിക്കാൻ നോക്കിയിട്ടൊന്നും മുറ്റം അടിച്ചു വരാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീഡിൽ തന്നെ മുറ്റം അടിക്കാൻ തോന്നി. നമ്മൾ മുറ്റമെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഉള്ള ഒരു വൃത്തിയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. ഞാനപ്പോൾ അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്ന് നല്ലതായിട്ട് നമ്മൾ മുറ്റം തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം കിടക്കുവേ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചപ്പെല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും കത്തിച്ച് കളയാം. വെറുതെ ചപ്പ് കൂട്ടി അഥവാ ജസ്റ്റ് മഴയെങ്ങാനും പെയ്താലോ മൊത്തം നനഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഉള്ള ചപ്പും ചവറും ഒക്കെ നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാനത് വേഗം തന്നെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ട് മുറ്റത്തിൻ്റെ ഒരിത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് കുളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞ് കുളിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്ത് നന്ദുവിനെ ഞാൻ റൂമിലാക്കിയിട്ടാണ് പോയത്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടേ അതുകൊണ്ടൊരു പേടിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.